പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് കൂടുതൽ മുഖ്യമന്ത്രിമാർ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് നോ വെഹിക്കിൾ ഡേ പ്രഖ്യാപിച്ച് കൂടുതൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രംഗത്ത് വന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്തത്. പിന്നാലെ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും വാഹനവ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഴ്ചയിൽ ഒരു ദിവസം വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന് സർക്കാർ ജീവനക്കാർക്കടക്കം നിർദ്ദേശം നൽകി. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്ന് ജനങ്ങളോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ആഴ്ചയിൽ ഒരു ദിവസം വാഹനരഹിത ദിനമാക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. രാജസ്ഥാൻ, മധ്യപ്രദേശ് സർക്കാരുകളും ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത നോ വെഹിക്കിൾ ഡേ പ്രഖ്യാപിച്ചതിനൊപ്പം 6 മാസത്തേക്ക് സർക്കാർ വാഹനങ്ങൾ വാങ്ങില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. और जनता से, दिल्ली की जनता से हमारी अपील है कि एक दिन सप्ताह में नो व्हीकल डे, हम सब लोग नो व्हीकल डे अपनी इच्छा अनुसार जिस दिन आपको सुविधा हो कि आज मैं अपना प्राइवेट जो व्हीकल है आज मैं सड़क पे नहीं निकालूंगा, नो व्हीकल डे हम सब लोग इच्छा अनुसार उसको हम करेंगे. ये हमारी जनता से, दिल्ली की जनता से अपील है. കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൽ എല്ലാ ബുധനാഴ്ചയും വാഹനരഹിത ദിനമായിരിക്കുമെന്ന് അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശം നൽകി. സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിൽ എത്തുന്നതിന് 17 ബസ്സുകൾ ഏർപ്പെടുത്തിയതായും ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ജനം, ഡൽഹി.